നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിൽ അന്വേഷകർ അല്ലെങ്കിൽ തൊഴിൽ രഹിതർ ആശ്രയിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനെയാണ്. 1 രൂപ പോലും കൈക്കൂലി വാങ്ങാതെ, എന്റെയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും കൈക്കൂലി വാങ്ങാതെ, ഇപ്പൊ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ടീച്ചറായിട്ടോ മറ്റേതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് കയറണമെങ്കിൽ ലക്ഷക്കണക്കിന് 40, 30, 50 ലക്ഷക്കണക്കിന് രൂപ നമ്മൾ കൈക്കൂലിയായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ശുപാർശ കൊടുക്കണം, അതിനോടൊപ്പം തന്നെ പണം കൊടുക്കണം. അപ്പൊ ഇവിടെ 1 രൂപ പോലും കൈക്കൂലി വാങ്ങാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു മത്സര പരീക്ഷ എഴുതി ആ റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്ത് അതിൽ വരുന്ന മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ച് ജോലി കൊടുക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരളത്തിൻ്റെത് എന്നാണ് എക്കാലവും നമ്മൾ പറയാറുള്ളത്. ആ പബ്ലിക് സർവീസ് കമ്മീഷനിൽ തിരിമറി അല്ലെങ്കിൽ ക്രമക്കേട് അല്ലെങ്കിൽ കള്ളത്തരം കാട്ടി എന്ന വാർത്തകൾ ധാരാളം ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് നമ്മൾ പരിശോധിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 2026 ഈ വർഷം ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ മാസം 18-ാം തീയതി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച് അസിസ്റ്റന്റ് മത്സര പരീക്ഷ, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ റിസർച്ച് അസിസ്റ്റന്റ് അല്ല, റിസർച്ച് ഓഫീസർ മത്സര പരീക്ഷ. അതിൽ 100 മാർക്കാണ് OMR പരീക്ഷയായിട്ട് എഴുതുന്നത്. 100 മാർക്കിന്റെ OMR പരീക്ഷ. ആ 100 മാർക്കിന്റെ OMR പരീക്ഷ 4 ടോപ്പിക്കായിട്ടാണ്. 25 മാർക്ക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിനാണ്, 25 മാർക്ക് എന്ന് പറയുന്നത് എക്കണോമിക്സിനാണ്, 25 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, ബാക്കിയുള്ള 25 മാർക്ക് കഴിഞ്ഞ തവണ വരെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് റിനൈസൻസ് ആയിരുന്നു. ഇത്തവണ 2 മാസം മുമ്പ് ആ സിലബസ് പരിഷ്കരിച്ചു. 2 മാസം മുമ്പ് അല്ലെങ്കിൽ 1.5 മാസം 2 മാസം മുമ്പ് ആ സിലബസ് പരിഷ്കരിച്ചതിന് ശേഷം കൊമേഴ്സ് എന്ന സബ്ജക്ട് കൂടി ആഡ് ചെയ്തു. അപ്പൊ നമുക്കറിയാം, ഈ പറയുന്ന LGSO LDCO അല്ലെങ്കിൽ ഈ പറയുന്ന CPO മത്സര പരീക്ഷ പോലെ അല്ല ഈ പറയുന്ന ഡിഗ്രി നിലവാരത്തിലുള്ള അല്ലെങ്കിൽ PG നിലവാരത്തിലുള്ള മത്സര പരീക്ഷ. എല്ലാ മത്സര പരീക്ഷയും കടുപ്പമാണ്, അത് തർക്കമില്ല. അപ്പൊ ഇതിൽ ഒരു വലിയൊരു മൊഡ്യൂളാണ് അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. ആ 2 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനകം ഈ ഉദ്യോഗാർത്ഥികൾ ഈ കൊമേഴ്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക് അല്ലെങ്കിൽ ആ മൊഡ്യൂൾ കവർ ചെയ്ത് പോകണം. അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷ നടത്തി. ഇപ്പൊ 4 ടോപ്പിക്കാണ്, 25 മാർക്ക്, പാക മാർക്ക് 100 മാർക്കാണ് എന്നല്ലോ. അപ്പൊ ഇവിടെ ഈ PSC പരീക്ഷയിൽ ക്രമക്കേട് എങ്ങനെയാണ് നടന്നത് എന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്, ഒന്ന്, അനധികൃതമായിട്ട് സിലബസ് മാറ്റി, ഉദ്യോഗാർത്ഥികളെ അറിയിച്ചില്ലെന്ന് ഒരു പരാതി. അതുകൂടാതെ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ പറയുന്ന 100 ചോദ്യങ്ങളിൽ 54 ചോദ്യങ്ങൾക്കും ഉത്തരം ഓപ്ഷൻ B ആണ്. ഇപ്പൊ ഞാൻ കള്ളത്തരം കാണിക്കുന്ന ഒരു കള്ളനാണെങ്കിൽ, വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറയുന്ന വാർത്തയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രമക്കേടിൽ സത്യമുണ്ടെങ്കിൽ ആ ക്രമക്കേടിന്റെ പിന്നിൽ ഒരു കൂട്ടം ആളുകളോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എത്ര പേരോ ആയിക്കോട്ടെ, എത്രയും പേരുണ്ടെങ്കിൽ അവർ പരീക്ഷ എഴുതാൻ പോവാ. അവർ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് അവരോട് മുൻകൂട്ടി പറയാണ്, നിങ്ങൾ 100-ൽ 100 ബബിൾ ചെയ്തോ, നിങ്ങൾ 100-ൽ 100 ബബിൾ ചെയ്തോ. അപ്പൊ 54 എണ്ണത്തിനും ഉത്തരം B ഓപ്ഷനാണ്. അപ്പൊ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കരുതും, എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ വരുന്നത്? പറയാം, 100 ചോദ്യം ഉണ്ടല്ലോ, അതിൽ 54 എണ്ണത്തിനും ഉത്തരം ഓപ്ഷൻ B ആണ്. കേരള PSC നടത്തിയ റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ കണ്ടന്റ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇതിന്റെ സിലബസ് പരിശോധിക്കണം. സിലബസ് പരിശോധിക്കുന്ന സമയത്ത് മൊഡ്യൂൾ വൈസ് ഒരു ഉദ്യോഗാർത്ഥികൾക്ക് 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന മൊഡ്യൂൾ ആണോ എന്ന് ഒന്ന് പരിശോധിക്കുക. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതിൽ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ 100 ചോദ്യങ്ങളാ, അതിൽ 54 ചോദ്യങ്ങൾക്ക് ഉത്തരം ഓപ്ഷൻ B ആണ് എന്ന് ഈ കള്ളന്മാർക്ക് അറിയാമെങ്കിൽ അവർക്ക് കിട്ടുന്ന മാർക്ക് 54 മാർക്കാ. അപ്പൊ 100 ചോദ്യങ്ങൾക്ക് ഈ കള്ളന്മാർ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി 46 ചോദ്യങ്ങൾ അവർക്ക് നെഗറ്റീവാ വരുന്നത്. കള്ളന്മാർക്ക് നെഗറ്റീവ് കിട്ടട്ടെ. അപ്പൊ 46 ചോദ്യങ്ങൾ നെഗറ്റീവാ. അപ്പൊ 46 ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് ആയാൽ ഒരു നെഗറ്റീവിന് 0.33 മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട് എഴുതുന്നതെങ്കിൽ 46 ഇൻറ്റു 0.33 ആവുമ്പം 15.18 അല്ലെങ്കിൽ 15.18 മാർക്കാണ് ഈ കള്ളന്മാർക്ക് നഷ്ടമാകുന്നത്. 54 എണ്ണം ശരി, 15.5 കൂട്ടിക്കോ, 15.5 തെറ്റ്. അപ്പൊ 54-ന്ന് 15.5 പോകെ 38 അല്ലെങ്കിൽ 38.82 മാർക്കാണ്. ഇങ്ങനെ ഈ ക്രമക്കേട് നടന്നുവെങ്കിൽ, ഈ പറയുന്ന വാർത്ത സത്യമാണെങ്കിൽ, ഈ പറയുന്ന കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ ആ കള്ളന്മാർക്ക് അല്ലെങ്കിൽ ഈ വ്യാജന്മാർക്ക് കിട്ടുന്ന മാർക്ക് 38.82. ഇനി ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ 38.82 മാർക്കല്ലേ ഉള്ളു, എന്തുകൊണ്ടാ, അതെന്തിനാ ടെൻഷൻ ആവുന്നേ? ടെൻഷൻ ആവും.
കാരണം കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് നിങ്ങൾ പരിശോധിച്ചോ. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 33.67, 33.67 ആണ്. 33.67 ആണ്. ഈ പറയുന്നത് 2026 നടത്തിയ മത്സര പരീക്ഷയ്ക്ക് മുന്നേ നടത്തിയ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് ആണ് 33.67. അപ്പൊ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ 2 തവണയായിട്ട് ഇതേ റേഞ്ച് തന്നെയാണ്, 33 റേഞ്ച് തന്നെയാണ് ആ മത്സര പരീക്ഷയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും നടത്തിയ ഈ പറയുന്ന റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് 33-34 റേഞ്ചിനുള്ളിലാണ്. അപ്പൊ 38 അല്ലെങ്കിൽ 38.82 എന്ന് പറയുന്ന മാർക്ക് വാങ്ങിയ, അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്തയിൽ പറയുന്ന സത്യമാണെങ്കിൽ ഈ 38.82 മാർക്ക് മേടിച്ച കുറച്ച് കള്ളന്മാർ അതിനകത്തുണ്ട്, കുറച്ച് വ്യാജന്മാർ അതിനകത്തുണ്ട് എന്ന സത്യാവസ്ഥ ഇതിൽ സത്യമാണെങ്കിൽ ആ സത്യാവസ്ഥ പുറംലോകം അറിയണം. ഇത് സമഗ്രമായിട്ട് അന്വേഷിക്കണം. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഇനി PSCയിൽ കള്ളന്മാരുണ്ടോ? ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. 6 വർഷം മുമ്പ് വിവാദമായിട്ടുള്ള ഒരു CPO, സിവിൽ പോലീസ് ഓഫീസർ മത്സര പരീക്ഷ കേരള PSC നടത്തിയിരുന്നു. അതിന്റെ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി. ഹൈക്കോടതിയെ ഉൾപ്പെടെ കോടതി സംവിധാനം അതിൽ ഇടപെട്ടു. അതിൽ 3 വ്യക്തികളുണ്ടായിരുന്നു. ആ കള്ളന്മാര് ആരൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ശിവരഞ്ജിത്ത്, പ്രണവ്, നസീം എന്നറിയപ്പെടുന്ന 3 യുവാക്കൾ എന്ന് പറയാൻ പറ്റത്തില്ല, 3 കള്ളന്മാർ ഈ പറയുന്ന കള്ളത്തരത്തിന് പിന്നിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇതിൽ സത്യമുണ്ടെങ്കിൽ, ഈ വാർത്തയിൽ സത്യമുണ്ടെങ്കിൽ, ഈ പറയുന്ന വാർത്തയിൽ സത്യമുണ്ടെങ്കിൽ ഇതും തെളിയിക്കപ്പെടട്ടെ. കർശനമായിട്ടുള്ള നടപടി ഈ പറയുന്ന കള്ളന്മാർക്കെതിരെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.